ദേശമംഗലത്തിന്റെ കൊട്ടാരക്കെട്ടിനെ കുറിച്ച് ആളുകൾ പരിഹസിച്ചുകൂടാ. അതാ ഏട്ടൻ തമ്പുരാൻ വരുന്നുണ്ട്. അങ്ങ് എന്താണ് കാണിക്കുന്നത്? എന്ത് പറ്റി അങ്ങേക്ക്? മതിഭ്രമമാണെന്ന് അനുജനും അനുജത്തെ ആക്ഷേപിക്കുന്നു. അങ്ങേക്കൊന്നും പറയാനില്ലേ? ഏട്ടൻ തമ്പുരാൻ, എന്താണ് ഇതൊക്കെ? തമ്പുരാന്മാർക്ക് അധികാരമുണ്ടല്ലോ. അപ്പൊ എന്നെ പോലുള്ള പാവങ്ങളെ എന്തും ചെയ്യാമല്ലോ. നൃത്തശാലയിൽ നിന്ന് എന്തിനാണ് എന്നെ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്? നൃത്തശാലയിൽ നിന്നോ? അതെ, നൃത്തം ചെയ്തുകൊണ്ടിരുന്ന എന്നെ അങ്ങയുടെ ഭടന്മാർ പിടിച്ചുകൊണ്ടുവന്നത് എന്തിനാണ്? മനസ്സിലായി. എന്റെ ഉടലഴകിൽ തമ്പുരാന് കമ്പം തോന്നിയിരിക്കണു അല്ലേ? ഏട്ടൻ തമ്പുരാൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? മാറി നിൽക്കു കുട്ടി. തമ്പുരാൻ എന്നെ കൊണ്ടുവന്നിരിക്കുന്നതേ എന്നെ നൃത്തം കാണാനാ. അത് തമ്പുരാൻ കണ്ട് ആസ്വദിക്കട്ടെ. പക്കമേളക്കാരെവിടെ? എവിടെ? തുടങ്ങൂ തുടങ്ങൂ. എന്റെ ദേവി, എല്ലാരും പറയുന്ന പോലെ എന്റെ തമ്പുരാന് ചിത്തഭ്രമമാണോ? എന്തിനാ കരയുന്നേ? എന്താ പാടാത്തെ? നാം പാടണോന്ന് പറഞ്ഞാൽ അപ്പ പാടിയിരിക്കണം. പാടൂ. തെയ്യും തക്ക തെയ്യും താഹ 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 തെയ്യും 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 താഹ തെയ്യും. പാടൂ. ഹേ പാടൂ. പാടൂ. ഹേ പാടൂ. ഹേ പാടൂ. പാടൂ. ഹേ പാടൂ. പാടൂ. ഹേ പാടൂ. ഹേ പാടൂ. അയ്യോ. തമ്പുരാനെ, ഏട്ടൻ തമ്പുരാൻ, തമ്പുരാനെ, എഴുന്നേക്ക് തമ്പുരാനെ. ഏട്ടത്തി സംശയം വേണ്ട, ഇത് മതിഭ്രമം തന്നെ. കുഞ്ഞി, എത്ര നേരമായി? നമുക്ക് പോകാം മോളെ. വേദക്കുട്ടി വരൂ അമ്മേ. എനിക്ക് വേദക്കുട്ടി വന്നിട്ട് അമ്പലത്തിൽ പോയ കാര്യങ്ങളൊക്കെ പറയണ്ടേ? അതിന് വേദക്കുട്ടി വീട്ടിലേക്ക് വരില്ലേ? വരും, അപ്പോഴല്ലേ പറയാൻ പറ്റൂ. വേദക്കുട്ടി ഒന്ന് നേരത്തെ വന്നിരുന്നെങ്കിൽ. ഇത് വേദക്കുട്ടിയെ കാണിക്കണം. എന്നിട്ട് എങ്ങനെയാണ് പൂജിക്കേണ്ടതെന്ന് ചോദിക്കണം. വേദക്കുട്ടിക്ക് അറിയാതിരിക്കില്ലല്ലോ. പിന്നെ അറിയാതിരിക്കോ? വള്ളക്കാരനോട് 2 ചോദിക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം വേദക്കുട്ടിക്ക് കൊടുക്കാറുന്നല്ലോ. വേദക്കുട്ടി വലിയ കൂട്ടുകാരിയല്ലേ? ഇതങ്ങ് വേദക്കുട്ടിക്ക് കൊടുത്താ പോരെ? ഞാൻ വേണോന്ന് ചോദിക്കും. വേണോന്ന് പറയാണെങ്കിൽ ഇതങ്ങ് വേദക്കുട്ടിക്ക് കൊടുക്കും. ഞാൻ എന്റെ ജീവൻ വേണമെങ്കിലും കൊടുക്കും. 2 കൂട്ടുകാരികള്. എന്നാലും എന്റെ കുഞ്ഞുപെണ്ണിന്റെ സന്തോഷം കണ്ടിരിക്കാൻ എന്തിഷ്ടമാണെന്നറിയോ? ഇനി എപ്പോഴും സന്തോഷായിരിക്കും. ഭഗവാൻ എന്റെ കൂടെ ഇല്ലേ അമ്മേ? ഇതെന്താ? കേമന്മാരായ പുരോഹിതന്മാരൊക്കെ നമ്മെ കാണുമ്പോ പുറംതിരിഞ്ഞു നിക്കണേ. ഓ, നാം അല്ലേ നിങ്ങളെ കാണുമ്പോ ബഹുമാനിച്ചു നിൽക്കേണ്ടത്, നിങ്ങളെ തൊഴേണ്ടത്. നമോ വാഗം, നമോ വാഗം, നമോ വാഗം. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്തേ?
അതെ തമ്പ്ര, ഞങ്ങൾ വെറുതെ ഇവിടെ. ഏയ്, നിങ്ങളെ പോലുള്ള യോഗികള് ഒരിടത്തും ഇങ്ങനെ വെറുതെ ഇരിക്കില്ല. അതിനൊക്കെ വലിയ വലിയ അർത്ഥങ്ങൾ ഉണ്ടാവുകയെ. അതിനെയൊക്കെ ഗ്രഹിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. ആ അതെ തിരുമേനി, ഈ മനസ്വസ്ഥതയ്ക്ക് എന്തു മന്ത്ര ചൊല്ലേണ്ടത്? പറയാ, എന്തെങ്കിലും ഒരു മന്ത്രം പറഞ്ഞു തരിക. ഓം നമ ശിവായ. ഓം നമ ശിവായ. അത് തന്നെ. ഇതിനേക്കാൾ വലിയ മന്ത്രമുണ്ടോ? എങ്കിൽ പിന്നെ നിങ്ങളുടെ തർക്കവോ വേദാന്തോ എന്താന്ന് വെച്ചാ നടക്കട്ടെ. നാം വന്നത് കാര്യാക്കണ്ട. ആ എന്നാ ശരി. അപ്പൊ ശരി. ശിവായ, നമ ശിവായ. എന്താ അമ്മേ, തമ്പുരാൻ നമ്മളെ കളിയാക്കിയതാണോ? അറിയില്ല മോളെ. ഓ മറന്നു. ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താ? ഓ, എല്ലാവരും അത് തേടിക്കൊണ്ടാണല്ലോ നടക്കുന്നത്. നിങ്ങളും തേടുന്നുണ്ടാവും, നാമും തേടുന്നുണ്ട്. അതെ, നാം എന്താ തിരിച്ചു വന്നേന്നറിയോ? നമസ്കരിക്കാൻ മറന്നുപോയി. ഭഗവാനേ, നിങ്ങളെ പോലുള്ളവരെ കണ്ടിട്ട് വന്ദിക്കാതെ പോയാൽ അതിലും വലിയ അപരാധമുണ്ടോ? ശിവ ശിവ, നമശിവായ. സമാധാനായി. ദൈവത്തിന് തുല്യല്ലേ നിങ്ങളൊക്കെ? നിങ്ങളുടെ അനുഗ്രഹം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ അനുഗ്രഹം അല്ലേ? അപ്പൊ അടിയൻ യാത്രയായിക്കോട്ടെ. എന്തൊക്കെയാ അമ്മേ ഈ കാണിച്ചത്? ചിത്രഭാനു തമ്പുരാന് സമനില തെറ്റിയോ? എന്തോ പ്രശ്നമുണ്ട്. ഏട്ടൻ തമ്പുരാൻ കൊട്ടാരം വിട്ടു പോരുതെന്ന് എല്ലാവരെയും നാം ഓർമ്മിപ്പിച്ചതാണ്. പക്ഷെ അദ്ദേഹം പോയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കണം. ഞങ്ങൾ ഇപ്പോ തന്നെ പുറപ്പെടാം തമ്പുരാൻ. പക്ഷേ ചിത്രഭാനു തമ്പുരാന്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പുണ്ടായാൽ? സംശയിക്കണ്ട, പിടിച്ചു കെട്ടി തന്നെ കൊണ്ടുവരണം. ഏട്ടൻ തമ്പുരാന് സുഖമില്ലാത്തതാണ്. ഏട്ടൻ തമ്പുരാനെ ചികിത്സിക്കാൻ ആളെത്തുമ്പോൾ ഏട്ടൻ തമ്പുരാൻ കൊട്ടാരത്തിൽ ഉണ്ടാവണം. പോ. കൽപ്പന പോലെ. എന്തായിരിക്കും സംഭവിച്ചത്? ദേവീ കോപം തന്നെ, സംശയം വേണ്ട. തമ്പുരാനെ കൊട്ടാരത്തിലെത്തിക്കാൻ പൊന്നുതമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മെ കൊണ്ട് വീണ്ടും നൃത്തം ചെയ്യിക്കാനല്ലേ. പറ്റില്ല എന്ന് പറയൂ നിങ്ങളുടെ പൊന്നു തമ്പുരാനോട്. അങ്ങ് നിൽക്കൂ. നിന്റെ ഈ കെണി ഞാൻ വീഴില്ല. അങ്ങ് പോകരുത്, ഞങ്ങൾക്ക് അങ്ങേ കീഴ്പ്പെടുത്തേണ്ടി വരും. കീഴ്പ്പെടുത്തുകയോ? അങ്ങനെയുള്ള കാപാലികന്മാരാണ് നിങ്ങളല്ലേ? എങ്കിൽ ഞാൻ ഓടി രക്ഷപ്പെടും. ഒന്നും ചെയ്യരുതേ, കഷ്ടകരമായേ. ചെയ്യരുതേ, എന്നെ തുടരുത്. ഞാൻ ഓടി രക്ഷപ്പെട്ടോളാം. എന്നെ തുടരുതെന്നല്ലേ പറഞ്ഞത്? തുടരുതെന്നല്ലേ പറഞ്ഞത്? എന്നെ അശുദ്ധമാക്കരുതേ. ഞാൻ ഓടി രക്ഷപ്പെടാം. ഞാൻ ഓടി രക്ഷപ്പെടാം. ഓടി രക്ഷപ്പെടാം. അയ്യോ, എന്നെ വിടൂ, എന്നെ വിടൂ. അരുതേ, എന്റെ മാനമെടുക്കരുതേ. സ്ഥലകാലബോധം നഷ്ടപ്പെട്ടതുപോലെയാണ് പെരുമാറ്റവും സംസാരവും. ആണിന് പെണ്ണായി തോന്നുക, പെണ്ണിന് ആണായും ഭരണാധികാരിയായും തോന്നുക. എന്താണ് കാര്യമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇനി ബാധ എന്തെങ്കിലും? അനുജത്തി, ആദ്യം വൈദ്യരുടെ ചികിത്സ കഴിയട്ടെ, എന്നിട്ട് മതി ബാധയ്ക്കുള്ള ചികിത്സ. തമ്പുരാൻ, ശാരീരികമായ ആരോഗ്യത്തിന് കുഴപ്പമൊന്നും കാണുന്നില്ല. എന്നാൽ ചില സമയത്ത് മനുഷ്യർക്ക് അവരുടെ ബുദ്ധിയെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും. അങ്ങനെ എന്തെങ്കിലും അവസ്ഥ ഉണ്ടായാൽ അതിനൊരു പ്രതിവിധി. പ്രതിവിധി നാം പറയാം. ഇവിടെ വന്നിരിക്ക. ഇതിനാ അറച്ചു നിൽക്കുന്നേ? വരിക, വരൂ, ഇങ്ങോട്ട് വരൂ.
എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നേ? കണ്ണു തുറക്കൂ. നാക്ക് നീട്ടു. നാക്ക് നീട്ടാനല്ലേ പറഞ്ഞത്? ഏട്ടൻ തമ്പുരാൻ, എന്താണിത്? രോഗിയുടെ കൂടെ വന്നവർ സംസാരിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കൂ. നാവ് നീട്ടാനല്ലേ പറഞ്ഞത്? ഇത് ചികിത്സിക്കേണ്ടത് തന്നെയാണ്. ചികിത്സയ്ക്ക് അമാന്തം കാണിച്ചാൽ ഭ്രാന്ത് പോലെയാകും. എന്താ വേണ്ടത്? ഇയാളുടെ ഭാര്യയല്ലേ? നാം ഒരു കൂട്ട് പറഞ്ഞു തരാം. എരിക്കിൻ തോലോട് മുരിക്കിൻ തോലിഹ, കറുത്ത ചൂണ്ടവേർ തേക്കിട, ചെന്നി നായകം ചെത്തിക്കീഴിൻ കുല, ചെത്തിവേർ കൊടുവേലി. മനസ്സിലായ? ഇല്ലെങ്കിൽ നാം ഒന്ന് കൂടെ പറഞ്ഞു തരാം. എരിക്കിന്തോലോട് മുരിക്കിന്തോലിഹ, കറുത്ത ചുണ്ടവേർ തേക്കിട, ചെന്നി നായകം ചെത്തിക്കീഴിൻകുല, ചെത്തിവേർ കൊടുവേലി. മൂന്നാഴി വെള്ളത്തിൽ തിളപ്പിച്ചു വറ്റിച്ച് നേർ പകുതിയാക്കണം. എന്നിട്ട് പുലിപ്പാൽ ചേർത്ത് കഴിക്കാം. വീട്ടിൽ പുലിയുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ കാട്ടിന്ന് കൊണ്ടുവരേണ്ടി വരും. എന്നാ ഒരു കാര്യം ചെയ്യാ, ആദ്യം അതിന് പുറപ്പെട്ടോളുക. മരുന്നെല്ലാം നാം ശരിപ്പെടുത്തി വെക്കാം. എന്നാ നടന്നോളോ? നടന്നോളോ, എല്ലാവരും നടന്നോളോ. പൊയ്ക്കോളോ, പൊയ്ക്കോളോ. ബന്ധുക്കൾ എല്ലാരും പൊയ്ക്കോളോ. അങ്ങേക്ക് എന്ത് പറ്റി? എന്നെ പോലെ മനസ്സിലാവുന്നില്ലല്ലോ. ആര് പറഞ്ഞു മനസ്സിലായില്ല എന്ന്? മന്ദാകിനിയല്ലേ കുളക്കടവിൽ വെച്ച് നമ്മെ വല്ലാണ്ട് മോഹിപ്പിച്ചതല്ലേ? അറപ്പൂരയുടെ വാതില് തുറന്നിട്ടോ. രാത്രി നാം വരുന്നോണ്ടേ തിരി ഒരല്പം താഴ്ത്തി വെച്ചോളോ. തലയ്ക്ക് വെളിവ് നഷ്ടപ്പെട്ടാലും ഇക്കാര്യത്തിന് ഒരു കുറവുമില്ല. മന്ദാകിനി, മന്ദാകിനി. തമ്പുരാൻ, കാര്യങ്ങൾ അല്പം കടുത്തതാണ്. ഒരുപക്ഷേ തമ്പുരാട്ടി പറഞ്ഞതുപോലെ ബാധയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏട്ടൻ തമ്പുരാനു വേണ്ടി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട്. ക്ഷേത്ര നടയിലേക്ക് ഏട്ടൻ തമ്പുരാനെ കൊണ്ടുപോകാനും തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ കുറച്ച് മരുന്നുകളുടെ ചാർത്ത് തരാം, അത് സേവിക്കണം. എന്നിട്ട് ഇന്നത്തെ രാത്രി സുഖമായി ഒന്ന് ഉറങ്ങട്ടെ. അതുകൊണ്ട് ചെറുതായി എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ചികിത്സ അല്പം എളുപ്പമാണ്. അല്ലാത്ത പക്ഷം വൈദ്യരെ, ചിലതും മാറാവ്യാധികളാണ് തമ്പുരാൻ. ദൈവത്തിന്റെ തീരുമാനം പോലെ. തിരുമേനി ഇവിടെ ഇല്ലേന്ന് സംശയിച്ചു ഞാൻ. ഇവിടം വിട്ട് എവിടെ പോവാനാ? ചിത്രഭാന തമ്പുരാന്റെ വിശേഷം എന്താ? അസുഖം കലശലാണെന്ന് പറയുന്ന കേട്ടു. കൈവിട്ട് പോയിന്നാ കേൾക്കുന്നത്. കാണിക്കുന്നതിന് ഒരതിരില്ല. അതേ തിരുമേനി, ഗുരുകുലത്തിൽ വന്നിരുന്നു. അച്ഛനെയും അവിടെയുള്ള ഗംഗാദത്തിനെയും സ്ത്രീകളായിട്ടാണ് കണ്ടത്. എന്നെ കാരണവരായിട്ടും. എന്നെ പിടിച്ചിരുത്തി സംസാരിച്ചു. അത്രയല്ലേ സംഭവിച്ചുള്ളൂ. എന്നോട് പെരുമാറിയത് എങ്ങനെയാണെന്ന് കേൾക്കണം. ഞാൻ ഏതോ നർത്തകിയാണ്, അദ്ദേഹത്തിന്റെ മനസ്സിളക്കിയവളാണ്. എന്നോട് നൃത്ത ചൂടുകൾ വയ്ക്കാൻ വരെ പറഞ്ഞു. ഒടുക്കം തിരുമേനി നൃത്തം ചെയ്തോ? ഏയ്, അത്രത്തോളം പോയില്ല. ഭാഗ്യം. ഒരാളുടെ അസുഖത്തിൽ സന്തോഷിക്കാൻ പാടില്ല. പക്ഷേ കുട്ടി നോക്കൂ, ദേശമംഗലത്ത് ഒരാള് പോലും ചിത്രഭാന തമ്പുരാന്റെ അവസ്ഥയിൽ സന്തോഷിക്കാത്തവരായിട്ടില്ല. അത്രയ്ക്ക് വെറുപ്പിച്ചിരിക്കുന്നു എല്ലാവരെയും. ശരിയാണ് തിരുമേനി, അയൽ ദേശങ്ങൾക്ക് പോലും മാതൃകയാണ് ദേശമംഗലം.
പക്ഷേ കരടായി ഒന്ന് പോരെ? കാണിച്ചുകൂട്ടിയ അഹങ്കാരങ്ങളെല്ലാം ക്ഷേത്ര കാര്യക്കാരനെന്ന അധികാരത്തിലാണ്. അപ്പോ സംശയിക്കണ്ട, ഇത് അമ്മ ഭഗവതിയുടെ ശിക്ഷ തന്നെയാ. ഭേദമാകുമായിരിക്കും. വൈദ്യശിരോമണികൾ ഏറെ എത്തുന്നുണ്ടെന്ന് കേട്ടു. അമ്മ തന്നെ കനിയണം. ആർത്ത് അട്ടഹസിച്ച് നടക്കുന്നവർക്ക് ഇടയ്ക്കൊരു പരീക്ഷണം ഉണ്ടാവുന്നത് സ്വയം ശുദ്ധീകരിക്കാനാണ്. അത് തമ്പുരാൻ തിരിച്ചറിഞ്ഞാ മതി. അതും സംശയമാണ്. എന്തു മാറ്റം വരാൻ? ദേവി മഹാമായയ്ക്ക് തിരുത്തി എഴുതാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ഷേത്രത്തിൽ യഥാവിധി ചെയ്യേണ്ട പൂജകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ഭഗവതിയുടെ ഇച്ഛ. അമ്മേ ഭഗവതി. തമ്പുരാട്ടി, ചിത്രഭാനു തമ്പുരാൻ ഉറങ്ങിയോ തമ്പുരാട്ടി? ഉറങ്ങിയില്ലെങ്കിൽ തമ്പുരാനെ ഉറക്കാൻ വേണ്ടി വന്നതാണോ? അയ്യോ തമ്പുരാട്ടി, അടിയനോട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? തമ്പുരാൻ തന്നെ പറഞ്ഞല്ലോ, തമ്പുരാട്ടിയാണെന്ന് കരുതിയാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ സംസാരം നിർത്താൻ നീ പറയാതിരുന്നത് എന്താ? അത് പിന്നെ തമ്പുരാൻ. ഓ, തമ്പുരാന് മാനസികമായ അസുഖമായത് നീ അവസരമായി കണ്ടു അല്ലേ? നിന്നെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. അയ്യോ തമ്പുരാട്ടി, അങ്ങനെയൊന്നും പറയരുത്. തമ്പുരാട്ടി വന്ന നാൾ മുതൽ തമ്പുരാട്ടി പറയുന്നതേ ഞാൻ അനുസരിച്ചിട്ടുള്ളൂ. ചിത്രഭാനു തമ്പുരാൻ ദേശമംഗലത്തിന്റെ തമ്പുരാനാകുന്നത് കാത്തിരിക്കുകയാണ് ഞാൻ. അത് കുറെ നടന്നത് തന്നെ. ഭ്രാന്തിന് കുറവില്ലെങ്കിൽ തളച്ചിടേണ്ടി വരുമെന്ന് പറയുന്നത് കേട്ടു. അയ്യോ തമ്പുരാട്ടി, അതിനൊരിക്കലും സമ്മതിക്കരുത്. തമ്പുരാനെ ചങ്ങലയ്ക്ക് പൂട്ടിയാൽ അത് നാടൊട്ടുക്കും വാർത്തയാവും. പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ. ദേശമംഗലത്ത് കാല് കുത്തിയ അന്നു മുതൽ മനസമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. വാക്കിന് വിലയില്ല, ആളുകൾക്ക് ബഹുമാനമില്ല. എന്തിനാ ഇങ്ങനൊരു ജീവിതം? തമ്പുരാട്ടി മനസ്സ് വിഷമിപ്പിക്കാതിരിക്കൂ. എല്ലാം ശരിയാവും. ചിത്രഭാനു തമ്പുരാൻ പഴയതുപോലെയാവും. എന്നിട്ട് തമ്പുരാട്ടിയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം നടത്തിത്തരും. നീ പൊയ്ക്കോളൂ. അല്ല, ഞാൻ തമ്പുരാനെ ഒന്ന് കണ്ടിട്ട്. കാണാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ? അയ്യോ, തമ്പുരാന് സുഖമായാലും ഇല്ലെങ്കിലും ഇനി നീ തമ്പുരാനെ പരിചരിക്കണ്ട, കേട്ടല്ലോ? ഇനി തമ്പുരാൻ വിളിച്ചാ പോലും നീ അടുത്തു പോകാൻ പാടില്ല. ഏതെങ്കിലും ഒരു അവസരത്തിൽ തമ്പുരാന്റെ അടുത്ത് നിന്നെ കണ്ടാൽ വധശിക്ഷ തന്നെ ആയിരിക്കും. ഇല്ല തമ്പുരാട്ടി, ഇനി തമ്പുരാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ഞാൻ നോക്കുക കൂടിയില്ല. എനിക്കെന്നും തമ്പുരാട്ടിയുടെ ആശ്രിതയായിരുന്നാ മതി. തമ്പുരാട്ടിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മറ്റൊന്നും അടിയന് വേണ്ട. ഇവളെ പോലും പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണല്ലോ എനിക്ക്. അദ്ദേഹം ഉറങ്ങിയോ ആവോ? ഉറങ്ങുന്നതാണ് നല്ലത്. ഉണർന്നിരുന്നാൽ നാണക്കേടുകൾ മാത്രമേ വിളിച്ചു പറയാറുള്ളൂ. ഇത് കൊള്ളാലോ കുഞ്ഞു പെണ്ണെ. ഇത് എന്ത് ചെയ്യാനാ പോകുന്നത്? അതെനിക്ക് അറിഞ്ഞൂടാ. എവിടെ വയ്ക്കണോന്ന് പോലും എനിക്കറിയില്ല. വേദക്കുട്ടിക്ക് അറിയാലോ, പൂജാരിയുടെ മകളല്ലേ. എന്തായാലും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാൻ കളയില്ല, ചത്താലും കളയില്ല. ആ, ഈ ഭക്തി കൊണ്ടാ മോൾക്കിത് സമ്മാനമായി കിട്ടിയത്. വേദക്കുട്ടി കുഞ്ഞിപ്പെണ്ണ് ചോദിച്ചത് കേട്ടില്ലേ? ഇതൊരു വിഗ്രഹമല്ലേ, അപ്പൊ പ്രതിഷ്ഠിക്കണം. വേണ്ട പൂജകളൊക്കെ കൊടുക്കണം. എവിടെ പ്രതിഷ്ഠിക്കണം? എങ്ങനെ പൂജിക്കും? ഞാൻ പൂജിക്കാൻ പാടില്ലല്ലോ. വേദക്കുട്ടി, അതൊരു വലിയ ചോദ്യമാണല്ലോ. കുഞ്ഞിക്ക് കിട്ടിയ വിഗ്രഹം കുഞ്ഞിയുടെ വീടിന്റെ അകത്ത് തന്നെയാണ് പ്രതിഷ്ഠിക്കേണ്ടത്. വലിയ പൂജകളൊന്നും നടത്തണ്ട. കുഞ്ഞിക്ക് കിട്ടുന്ന പൂക്കളൊക്കെ ഇട്ട് തിരി കത്തിച്ചു വെച്ച് അവിടെ ഇരുന്ന് പൂജിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അല്ലേ ചേച്ചി? അത് മതി. ഭഗവാൻ ആരോടും കണക്ക് ചോദിക്കുകയൊന്നുമില്ല. അതിപ്പോ കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനൊരു വിഗ്രഹം വെച്ച് പൂജിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞാലോ? ആരും അറിയണ്ട. ആരോടും പറയാതിരുന്നാൽ ഭഗവാൻ മാത്രമല്ലേ അറിയൂ. എന്നാ കുഞ്ഞിപ്പെണ്ണെ, അമ്മയോട് പറഞ്ഞിട്ട് വേദക്കുട്ടി പറഞ്ഞതുപോലെ അങ്ങ് ചെയ്തോളൂ. ഇനി നിത്യവും ഭഗവാൻ കുഞ്ഞിപ്പെണ്ണിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഏട്ടൻ വരുന്നു. ഗംഗാദത്തൻ പുതിയ ഗുരുകുലത്തിൽ പഠിപ്പിക്കാൻ പോയിട്ട് വരുന്ന വഴിയാണ്. എന്താണ് മൂന്നുപേരും കൂടി ചർച്ച? ഇത് കണ്ടോ, മേലൂർ ക്ഷേത്രത്തിൽ പോയി മടങ്ങും വഴി കുഞ്ഞിപ്പെണ്ണിന് കടത്തുകാരൻ കൊടുത്തതാ. ഇത് എന്ത് ചെയ്യണമെന്നുള്ള ആലോചനാ യോഗമാണ് നടക്കുന്നത്.
വേദക്കുട്ടി പറയുന്നു ഇത് കുഞ്ഞിപ്പെണ്ണിന്റെ വീട്ടിൽ പ്രതിഷ്ഠിക്കാം, പൂജിക്കാം എന്നൊക്കെ. പണ്ഡിത ശ്രേഷ്ഠന്റെ അഭിപ്രായം എന്താ? അങ്ങനെ വിളിച്ച് കളിയാക്കുകയൊന്നും വേണ്ട. ഇക്കാര്യത്തിൽ ഞാൻ വേദക്കുട്ടി പറഞ്ഞതിനൊപ്പമാണ്. വിഗ്രഹം കിട്ടാൻ കുഞ്ഞിക്ക് അർഹതയുണ്ടെങ്കിൽ അതിനെ പൂജിക്കാനും അർഹതയുണ്ട്. ആ കുഞ്ഞിപ്പെണ്ണെ, അപ്പൊ ഒരു പിന്തുണ കൂടിയായി. ഇനി മല്ലിയമ്മയെ കണ്ട് സംസാരിച്ചോളൂ. ഇതെന്താ? ആ, കുട്ടികൾ ദക്ഷിണ വെച്ച കൂട്ടത്തിലുണ്ടായിരുന്ന പലഹാരങ്ങളാണ്, കഴിച്ചോളൂ. എന്നാ മക്കളെ, നമുക്ക് പിന്നെ കാണാട്ടോ. അച്ഛൻ തിരക്കുന്നുണ്ടാവും. ദാ ഏട്ടൻ നടക്കുകയാണേ. അവിടെ ഗുരുകുലത്തിൽ കുട്ടികൾ ഒരുപാടുണ്ടോ? ഉണ്ട്. ഇവിടത്തെ പോലെ രാജകുമാരിയെ മാത്രം പഠിപ്പിക്കാമെന്ന തീരുമാനമൊന്നും അവിടുത്തെ ഗുരുവിനില്ല. അച്ഛനോട് ഞാനും പറഞ്ഞതാണ്, ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ അതും രസമായിരിക്കില്ലേ? അച്ഛൻ തമ്പുരാൻ പറയുന്നത് മാത്രമേ കേൾക്കൂ. മകളെ മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന് തമ്പുരാൻ നിർബന്ധിച്ചതാണോ? ഏയ്, ഒരിക്കലുമില്ല. തമ്പുരാന്റെ മോൾ പഠിക്കാൻ വരുന്നെന്ന് പറഞ്ഞപ്പോ അച്ഛൻ തന്നെ എടുത്ത തീരുമാനമാണ്. ഓ, കൂട്ടത്തിലൊരു ഇളവ് വേദക്കുട്ടിക്ക് മാത്രം, അതും അവളുടെ കഴിവുകൊണ്ട്. ഇനിയിപ്പോ ഒരു തൊഴിലായി. ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തിയെടുക്കാമെന്ന് കരുതുകയാണ്. അതും വേണം. ഗുരുവിന്റെ ജീവിതം ചിട്ടയുള്ളതാണെങ്കിലേ ശിഷ്യർക്കും കണ്ടു പഠിക്കാൻ പറ്റൂ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പ്രിയംവതയോടാണ് ചോദിക്കുക. പഠനകാര്യത്തിൽ എന്ത് സംശയം വരാനാണ്? ശിഷ്യന്റെ കഴിവുകളെക്കുറിച്ച് അച്ഛൻ ഒരുപാട് പറയാറുണ്ടല്ലോ. പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല, ജീവിതത്തെക്കുറിച്ചുള്ള സംശയങ്ങളാണ് എനിക്ക് പ്രിയമത്തോട് ചോദിക്കാനുള്ളത്.